Good morning. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ദെൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സും ഫങ്ഷൻസും ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോക്കൽ ഏരിയ ബാങ്കാണ്. ലോക്കൽ ഏരിയ ബാങ്ക്സ് വാസ് സെറ്റപ്പ് ഇൻ 1996. ലോക്കൽ ഏരിയ ബാങ്ക്സ് 1996 സെറ്റപ്പ് ചെയ്തത്. The intention of the bank was to set up new private local banks with jurisdiction over 2 or 3 districts. അപ്പോൾ ഈ ലോക്കൽ ഏരിയ ബാങ്ക്സ് അവർ സെറ്റപ്പ് ചെയ്തതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ലോക്കലായിട്ട് 2-3 ഡിസ്ട്രിക്ട്സിൻ്റെ ജുറിസ്ഡിക്ഷനിൽ വരുന്ന ബാങ്ക്സ് ലോക്കലായിട്ട് സെറ്റപ്പ് ചെയ്യുക എന്നായിരുന്നു ഇവരുടെ ഒരു ഒബ്ജക്റ്റീവ്സ്. The objective of local area banks was to mobilize the rural savings by local institutions and make them available for investment in local areas. ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റൂറൽ സേവിങ്സ് മൊബിലൈസ് ചെയ്യാൻ, അതായത് ലോക്കൽ ഏരിയ ബാങ്ക്സ് ഇങ്ങനെ ബാങ്ക്സ് റൂറൽ ഏരിയാസിൽ ലോക്കലായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അവരുടെ സേവിങ് ഹാബിറ്റ്സ് ഇൻക്രീസ് ചെയ്യുക ആൻഡ് അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ആവശ്യമായിട്ടുള്ള ഫണ്ട് കൊടുക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു ഇവരുടെ ഒബ്ജക്റ്റീവ്. The main objective of this bank is to bridge the gaps in credit availability in the rural and semi-urban areas and thereby strengthening the institutional credit mechanism in such areas. അപ്പോൾ ഈ ഒരു ലോക്കൽ ഏരിയ ബാങ്കിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റൂറൽ ആൻഡ് സെമി അർബൻ ഏരിയാസിലുള്ള ക്രെഡിറ്റ് ഗ്യാപ്പ്, അതായത് അവർക്ക് ക്രെഡിറ്റ് കിട്ടാനുള്ള ആ ഒരു ബുദ്ധിമുട്ടിനെ കുറക്കുക ആൻഡ് ദെർബൈ സ്ട്രെങ്തനിങ് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് മെക്കാനിസം ഇൻ സച്ച് ഏരിയാസ്. സോ അവർക്ക് ഈസി ആയിട്ട് ലോൺസ് അവൈലബിൾ ആക്കുക, എന്നിട്ട് അവിടുത്തെ ക്രെഡിറ്റ് മെക്കാനിസം ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ഒബ്ജക്റ്റീവ്. Each local area bank is registered as public limited company under the Companies Act 1956. ഓരോ ലോക്കൽ ഏരിയ ബാങ്കും കമ്പനീസ് ആക്ട് 1956 each local area bank is registered as public limited company under the Companies Act 1956. ഓരോ ലോക്കൽ ഏരിയ ബാങ്കും കമ്പനീസ് ആക്ട് 1956 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബാങ്കാണ്. The local area bank have jurisdiction over a maximum of 3 contiguous districts and their basic function is to mobilize funds in rural and semi-urban areas. ഓരോ ലോക്കൽ ഏരിയ ബാങ്കിനും 3 ഡിസ്ട്രിക്ട്സിൽ എന്തുണ്ടാവും, ജുറിസ്ഡിക്ഷൻ ഉണ്ടാവും. 3 കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റിൽ ജുറിസ്ഡിക്ഷൻ ഉണ്ടാവും. ആൻഡ് അവരുടെ ബേസിക് ഫങ്ഷൻ എന്ന് പറയുന്നത് റൂറൽ ആൻഡ് സെമി അർബൻ ഏരിയാസിന് ആവശ്യമുള്ള ഫണ്ട് കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ ലോക്കൽ ഏരിയ ബാങ്ക് അത്രയുള്ള ഒരു ചെറിയ പോർഷൻ ഉള്ളൂ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഇറ്റ് ഈസ് ആൻ എപെക്സ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ഫുള്ളി ഓൺഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. നബാർഡ് എന്ന് പറയുന്നത് ഒരു എപെക്സ് ഡെവലപ്മെൻറ്റ് ബാങ്കാണ്. എന്തിനാണ്? അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ബാങ്കാണ് നബാർഡ് എന്ന് പറയുന്നത്. It was set up on 12th July 1982 under the recommendation of ശിവരാമൻ കമ്മിറ്റി. ഇത് സെറ്റപ്പ് ചെയ്തത് 12 ജൂലൈ 1982 ശിവരാമൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലായിരുന്നു ഈ ബാങ്ക് സെറ്റപ്പ് ചെയ്തത്. നബാർഡ് ഫെസിലിറ്റേറ്റ്സ് ദ ക്രെഡിറ്റ് ഫ്ലോ ഫോർ പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, കോട്ടേജ് ഇൻഡസ്ട്രീസ് ആൻഡ് അതർ റൂറൽ ക്രാഫ്റ്റ്സ്. അപ്പോൾ നബാർഡ് എന്ത് ചെയ്യുന്നുണ്ട്, ആവശ്യമുള്ള ഈ റൂറൽ ഏരിയാസ്, അഗ്രികൾച്ചർ ഇൻഡസ്ട്രീസ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, കോട്ടേജ് ഇൻഡസ്ട്രീസ്, അങ്ങനെ ആവശ്യമുള്ള ഇൻഡസ്ട്രീസിന് ക്രെഡിറ്റ് അവർക്ക് കൊടുക്കുക, അവൈലബിൾ ലോൺസ് കൊടുക്കുക എന്നുള്ളതാണ് നബാർഡിൻ്റെ ഒരു ഫംഗ്ഷൻ. It support all other allied activities in rural areas, promote integrated and sustainable rural development and secure prosperity of rural areas. അവർ റൂറൽ ഏരിയാസിൽ ഉള്ള ആക്ടിവിറ്റീസിനൊക്കെ സപ്പോർട്ട് ചെയ്യും. അവർക്ക് റൂറൽ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് കൊടുക്കും ആൻഡ് റൂറൽ ഏരിയാസിൻ്റെ പ്രോസ്പെരിറ്റി നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് നബാർഡിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഇനി നമുക്ക് 1 by 1 എന്താ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഫസ്റ്റ് വൺ, ടു ഇൻ്റഗ്രേറ്റ് ദ വേരിയസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻവോൾവ് ഇൻ ദ ഏരിയ ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്. റൂറൽ ഡെവലപ്മെൻറ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർക്ക് എന്ത് ചെയ്യാം, അവരെ എല്ലാവരെയും ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അവരുടെ ഫങ്ഷൻസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നബാർഡിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ് വൺ, ടു പ്രൊവൈഡ് ഗൈഡൻസ് ഫോർ ദ ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്. റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്
റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ഒബ്ജക്റ്റീവ്. അപ്പോൾ ഇതാണ് മെയിൻ ഒബ്ജക്റ്റീവ്സ്. ഇനി ഫങ്ഷൻസ്. It functions as an apex institution for promoting all functions performed by the Reserve Bank of India with regard to rural credit. അപ്പോൾ നബാർഡ് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം ചെയ്യുന്ന ഒരു അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് നബാർഡ് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. It acts as a refinancing agency for the institutions which provide production and investment credit to promote various developmental activities related with agriculture, village and cottage industries in rural areas. അവർ റീഫിനാൻസിങ് ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. അതായത് അഗ്രികൾച്ചർ പോലെ കോട്ടേജ് ഇൻഡസ്ട്രീസ്, വില്ലേജ് ഇൻഡസ്ട്രീസ്, സോ അങ്ങനത്തെ ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ആ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് വരികയാണെങ്കിൽ അവർ കൊടുത്തിട്ടുള്ള ലോൺ എമൗണ്ട് അവർക്ക് റീഫിനാൻസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നബാർഡിൻ്റെ ഒരു ഫംഗ്ഷനാണ്. Then it provides short term, medium term and long term credit to state cooperative banks, RRB and commercial banks to promote agriculture and rural development. അവർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, RRB അങ്ങനത്തെ ബാങ്ക്സിന് ഷോർട്ട്, മീഡിയം ആൻഡ് ലോങ് ടേം ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട്. ഇറ്റ് കോർഡിനേറ്റ്സ് ദ ഓപ്പറേഷൻസ് ഓഫ് റൂറൽ ക്രെഡിറ്റ് ഏജൻസീസ്. അവർ റൂറൽ ക്രെഡിറ്റ് ഏജൻസീസിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. It contributes to the share capital or invest in securities of any institutions concerned with agriculture and rural development. അവർ റൂറൽ ആൻഡ് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ഷെയർ ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതാണ് അവരുടെ ഫംഗ്ഷൻ. അങ്ങനെ അവരുടെ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വൺ, ഇറ്റ് പ്രൊവൈഡ് റീഫിനാൻസ് ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ് എക്സെട്ര. അവർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ് അങ്ങനത്തെ ബാങ്ക്സ് എന്തെങ്കിലും ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റീഫിനാൻസ് ചെയ്യും അവർക്ക് ആവശ്യമുള്ള സമയത്ത്. ദെൻ ഇറ്റ് ഹാസ് ദ റെസ്പോൺസിബിലിറ്റി ടു ഇൻസ്പെക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് RRBs. അവർക്ക് കോപ്പറേറ്റീവ് ബാങ്ക്സ് അതുപോലെ RRB അങ്ങനത്തെ ബാങ്ക്സിനെ ഇൻസ്പെക്ട് ചെയ്യേണ്ട, അവരുടെ ഓപ്പറേഷൻസ് ഇൻസ്പെക്ട് ചെയ്യേണ്ട ഫങ്ഷൻസ് ഉണ്ട്. The bank undertakes monitoring and evaluation of projects refinanced by it. അവരെന്ത് ചെയ്യും? അവർ റീഫിനാൻസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു ഫിനാൻസ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അവർ റീഫിനാൻസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ അവർ റീഫിനാൻസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പ്രോജക്ട്സ് ഒക്കെ വാലിഡേറ്റ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ വേറൊരു ഫങ്ഷൻ. Then it advises the government on matters related to rural credit. അവർ റൂറൽ ക്രെഡിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഗവൺമെൻറ്റിനെ അഡ്വൈസ് ചെയ്യും. എത്രത്തോളം ക്രെഡിറ്റ് കൊടുക്കണം, എന്തൊക്കെ പോളിസീസാണ് എടുക്കേണ്ടത് എന്നുള്ള അഡ്വൈസ് ഗവൺമെൻറ്റിന് കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ഫംഗ്ഷൻ. ഇറ്റ് മെയിൻറ്റെയിൻസ് എ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫണ്ട് ടു പ്രൊമോട്ട് റിസർച്ച് ഇൻ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിസർച്ച് ഫണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. Then it provides facilities for training and research. അവർ ട്രെയിനിങ്ങിനും റിസർച്ചിനും വേണ്ടിയിട്ട് ആവശ്യമുള്ള അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റിന് ആവശ്യമുള്ള ട്രെയിനിങ് ആൻഡ് റിസർച്ചിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് അവർ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ദേ എക്സ്റ്റെൻഡ് ഫോർമൽ ബാങ്കിങ് സർവീസസ് ടു ദ റൂറൽ പുവർ ഇൻ എ കോസ്റ്റ് എഫക്റ്റീവ് മാനർ. അവർ റൂറൽ ഏരിയാസിലുള്ള ആളുകൾക്ക് ആവശ്യമുള്ള ബാങ്കിങ് സർവീസസ് ലോ കോസ്റ്റിന് കൊടുക്കുന്നുണ്ട്. അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, റൂറൽ പുവർ ആയിട്ടുള്ള ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റിൽ അവർക്ക് ആവശ്യമുള്ള ഫിനാൻഷ്യൽ സർവീസസ് കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ഫങ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് ഒരു നബാർഡ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന സ്കീംസ് എന്ന് നോക്കാം. Nabard implemented the Capital Investment Subsidy Scheme for construction and expansion of cold storages and storages for agriculture produce of Government of India. നബാർഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സബ്സിഡി സ്കീം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്തിനായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾഡ് സ്റ്റോറേജസ്, അഗ്രികൾച്ചർ പ്രൊഡ്യൂസൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്റ്റോറേജസ് അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു ഈ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. It has introduced a self-employment scheme for assisting ex-servicemen, disabled servicemen and widows of ex-servicemen to enable them to undertake agriculture and allied activities. അവർ
എക്സ് സർവീസ്മാൻ, അതായത് മുന്നേ സർവീസിലുണ്ടായിരുന്ന ആളുകൾ, ഡിസേബിൾഡ് ആയിട്ടുള്ള സർവീസ്മാന്, അതുപോലെ സർവീസ്മാനിൻ്റെ വിഡോസ്, അവരെ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള അസിസ്റ്റൻസ് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സ്കീം. ദെൻ കൃഷക് സാത്തി സ്കീം പറഞ്ഞിട്ടുള്ളൊരു സ്കീമുണ്ട്. The farmers face many hindrances for raising institutional credit. In order to help such farmers, some of the banks have come out with a nice product such as debt refinance product, which enables the farmer to redeem their outstanding due to money lenders, which lead to financial inclusion. ഈ കൃഷക് സാത്തി സ്കീം എന്നുള്ളത് ഫാമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ കൊണ്ടുവന്ന ഒരു സ്കീമാണ്. അതായത് ഫാമേഴ്സ് മണി ലെൻഡേഴ്സിൻ്റെ ഒക്കെ കയ്യിൽ നിന്നും ക്യാഷ് കുറേ അധികം മേടിച്ചിട്ടുണ്ടെങ്കിൽ, അവർ കടബാധ്യതയിൽ പെട്ട് കിടക്കുകയാണെങ്കിൽ, അങ്ങനത്തെ ഫാർമേഴ്സിൻ്റെ ഡെപ്റ്റ് എന്ത് ചെയ്യും, അവർ റീഫിനാൻസ് ചെയ്യും. ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണോ അല്ലെങ്കിൽ മണി ലെൻഡേഴ്സ് ആണോ ഫാമേഴ്സിന് കൊടുത്തിട്ടുള്ളത്, ക്രെഡിറ്റ് കൊടുത്തിട്ടുള്ളത്, ആ ക്രെഡിറ്റ് ഈ ബാങ്ക് അവർക്ക് റീഫിനാൻസ് ചെയ്യും. അങ്ങനെ ഈ ഫാമേഴ്സിന് ആ കടബാധ്യതയിൽ നിന്നും കരകയറാൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് കൃഷക് സാത്തി സ്കീം പറയുന്നത്. നെക്സ്റ്റ് വൺ, വില്ലേജ് ഡെവലപ്മെൻറ്റ് പ്ലാൻ. Most of the villages in the country still faces various constraints such as lack of access to safe drinking water, power, roads and other infrastructural facilities. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ കുറേ വില്ലേജസ് കുറേ ഡ്രോബാക്സ് ഉണ്ട് ഇപ്പോഴും. അതായത് റോഡ് നല്ലതല്ല, സേഫ് ഡ്രിങ്കിങ് വാട്ടർ ഇല്ല, ഗുഡ് പവർ ഇല്ല. സോ അങ്ങനത്തെ ഡ്രോബാക്സ് ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് വില്ലേജ് ഏരിയാസിനെ ഡെവലപ്പ് ചെയ്യാൻ വന്ന ഒരു സ്കീമാണ്, നബാർഡ് അണ്ടർടേക്ക് ചെയ്ത ഒരു സ്കീമാണ് വില്ലേജ് ഡെവലപ്മെൻറ്റ് പ്ലാൻ എന്നുള്ളത്. Then next scheme, watershed projects. Nabard has decided to launch an integrated watershed development project combined with the livelihood support measures in 6 affected districts in Vidarbha region of Maharashtra. നബാർഡ് മഹാരാഷ്ട്രയിലെ വിദർഭ എന്ന് പറഞ്ഞിട്ടുള്ള റീജിയണിൽ ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് ഡെവലപ്മെൻറ്റ്, അതായത് വാട്ടർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ വില്ലേജ് ഏരിയാസിന് ആവശ്യമുള്ള വാട്ടർ ഡെവലപ്മെൻറ്റിന് ആവശ്യമുള്ള ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയ സ്കീമാണ് വാട്ടർഷെഡ് പ്രൊജക്ട്സ്. സോ ഇത്രയുമാണ് നബാർഡിൻ്റെ സ്കീംസ്. ഓക്കെ, സോ നബാർഡ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് ആൻഡ് സ്കീംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് വൺ, ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. അതൊരു ടൈപ്പ് ഓഫ് ഡെവലപ്മെൻറ്റ് ബാങ്കാണ്. These banks meet the long-term credit requirements of agriculturalists against security of their land for purchasing tools. ഈ ബാങ്ക് മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറിസ്റ്റ്, അതായത് അഗ്രികൾച്ചർ ചെയ്യുന്ന ആളുകൾക്ക് ലോങ് ടേം ക്രെഡിറ്റ് റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ഒബ്ജക്റ്റീവ്. ആൻഡ് ആ ലോങ് ടേം ലോൺ കൊടുക്കുമ്പോൾ അവരുടെ ലാൻഡാണ് ഇവർ സെക്യൂരിറ്റി ആയിട്ട് മേടിക്കുക. ഓക്കെ, സോ ഒരു ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത് അവരുടെ അഗ്രികൾച്ചർ ചെയ്യുന്ന ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോങ് ടേം ലോൺ കൊടുക്കുമ്പോൾ അവരുടെ ലാൻഡ് സെക്യൂരിറ്റി ആയിട്ട് ലോണ് കൊടുക്കാനുള്ള ഒരു ബാങ്കാണ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. ഇറ്റ് ഈസ് രജിസ്റ്റേർഡ് ആസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ടാണ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. These banks have two-tier structure, one state or central land development banks at state level. അപ്പോൾ ഈ ബാങ്കിൻ്റെ ലെവൽ എന്ന് പറയുന്നത് 2 ടയർ ആണ്, അതായത് 2 ലെവലായിട്ടാണുള്ളത്. ഒരു ബാങ്ക് സ്റ്റേറ്റിലോ സെൻട്രലിലോ ഉണ്ടാവും, ദാറ്റ് ഈസ് സ്റ്റേറ്റ് ഓർ സെൻട്രൽ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. ഓക്കെ, ഒരു സ്റ്റേറ്റ് ലെവലിൽ സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഉണ്ടാവും. ആൻഡ് അറ്റ് ദ ലോക്കൽ ലെവൽ ദർ ആർ ബ്രാഞ്ചസ് ഓഫ് സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ആൻഡ് പ്രൈമറി ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. അപ്പോൾ ഈ സ്റ്റേറ്റിലുള്ള ബാങ്ക്സിൻ്റെ ബ്രാഞ്ചസ് ലോക്കൽ ലെവൽസിൽ ഡിഫറെൻറ്റ് ഡിസ്ട്രിക്ട്സിൽ ഉണ്ടാവും. സോ ഇത്രയുമാണ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സിനെ പറയുന്നത്. ദെൻ IRCI, Industrial Reconstruction Corporation of India. The IRCI was set up in April 1973 as a primary agency for rehabilitation of industrial sick units. The main purpose of IRCI was to prevent and cure the problems of industrial sick units. അപ്പോൾ IRCI എന്ന് പറഞ്ഞിട്ടുള്ള ഡെവലപ്മെൻറ്റ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇൻഡസ്ട്രിയൽ സിക്ക് യൂണിറ്റ്സ്, അതായത് ഇൻഡസ്ട്രീസ്, സിക്കായിട്ടുള്ള ഇൻഡസ്ട്രീസ്, അതായത് കടബാധ്യതയിൽപ്പെട്ട് അത് റീപേ ചെയ്യാൻ പറ്റാത്ത ഇൻഡസ്ട്രീസ് അവരെ റിവൈവ് ചെയ്ത് റീകൺസ്ട്രക്ട് ചെയ്യണം എന്നുള്ള ഒരു ഒബ്ജക്റ്റീവോടെയാണ് ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ ബാങ്ക് തുടങ്ങിയിട്ടുള്ളത്. The main purpose of IRCI was to prevent and cure problems of industrial sick units. The main purpose of IRCI was to prevent and cure the problems of industrial sickness. So industrial sickness, അതായത് ഇൻഡസ്ട്രീസ്
സിക്കാവുന്ന പ്രോബ്ലംസൊക്കെ കുറക്കുക, അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. It was expected to provide assistance to sick units for their rehabilitation and reconstruction. അപ്പോൾ സിക്ക് യൂണിറ്റ്സിന് അവർ റീഹാബിലിറ്റ് ചെയ്യാനും റീകൺസ്ട്രക്ട് ചെയ്യാനും അവർക്ക് ആവശ്യമുള്ള അസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒബ്ജക്റ്റീവ്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ബാങ്ക് IRBI, ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ ബാങ്ക് ഓഫ് ഇന്ത്യ. It is the principal credit and reconstruction agency for industrial revival by undertaking modernization, expansion, reorganization, diversification of industry and coordinates works of other institutions engaged to assist and rehabilitate industrial concerns. അപ്പോൾ ഇവരും മെയിനായിട്ട് തന്നെയാണ് ഇവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നതും ഇൻഡസ്ട്രിയലി സിക്കായിട്ടുള്ള സിക്കായിട്ടുള്ള ഇൻഡസ്ട്രീസ് അവരെ റിവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, അവരുടെ മോഡേണൈസേഷൻ ആൻഡ് എക്സ്പാൻഷൻ പ്രോഗ്രാംസ് അതിനെ അസിസ്റ്റ് ചെയ്യുക ആൻഡ് അവരെ ഡെവലപ്പ് ചെയ്യുക, റീഹാബിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒബ്ജക്റ്റീവ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ബാങ്കും ഈ ബാങ്കും അവരുടെ നെയിമിൽ നിന്നും തന്നെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി IIBI, ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ദ IIBI വാസ് ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ. The IRBI, the Industrial Reconstruction Bank of India, was reconstituted as Industrial Investment Bank. അപ്പോൾ IIBI എന്ന് പറയുന്ന ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ ബാങ്ക് റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫോം ചെയ്ത ബാങ്കാണ് IIBI. ദേ പ്രൊവൈഡ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു ഇൻഡസ്ട്രിയൽ കൺസേൺസ്. അപ്പോൾ അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ആവശ്യമുള്ള ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ provide developmental activities like providing infrastructural facilities, raw material, etc. അവർ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് അതുപോലെ റോ മെറ്റീരിയൽ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഇൻഡസ്ട്രീസിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ വേറൊരു ഒബ്ജക്റ്റീവ്. ഇറ്റ് അണ്ടർറൈറ്റ്സ് സ്റ്റോക്ക്, ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ കൺസേൺസ്. ഇൻഡസ്ട്രിയൽ കൺസേൺസിന് ഷെയറും ഡിബഞ്ചറൊക്കെ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ അവരെന്ത് ചെയ്യും, ഈ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും. സോ ഇതൊക്കെയാണ് ഒരു IIBIൻ്റെ ഒബ്ജക്റ്റീവ്സ്. സോ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.